ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ചന്ദ്രസേനൻ രൂപയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് രൂപയോട് പറയുന്നുണ്ട്, എടോ നമ്മുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയം ശാരി അപ്പുറത്ത് നിന്ന് ഇത് കേൾക്കുകയാണ്. അപ്പൊ ശാരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അവരുടെ ആ സംസാരം കേട്ടിട്ട്. അപ്പൊ ശാരി മനസ്സിൽ വിചാരിക്കുകയാണ്, രാഹുലേട്ടനെ കൊന്നതിന്റെ പേരിലായിരിക്കും കിരണിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്നും വന്നിട്ട് എന്താ രൂപ, എന്തിനാ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് ശാരി ചോദിക്കുകയാണ്. അപ്പൊ രൂപ ചന്ദ്രസേനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രാഹുലിനെയല്ല ഗംഗയെ കൊന്ന കേസിലാണ് നമ്മുടെ മോനെയും വേലുവിനെയും രതീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അവരിപ്പോൾ ലോക്കപ്പിലാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്നു, അവരങ്ങനെ ചെയ്തത്, ആ പോലീസിന് എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയുന്നുണ്ട്, ഗംഗപ്രസാദിനെ കൊന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ, അവൻ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്വഭാവമല്ലായിരുന്നത്, അതിനിപ്പോൾ എന്തിനാ ഇവർ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രസേനൻ പറയാണ്, എത്ര മോശപ്പെട്ട ആൾക്കാരെ മനുഷ്യന്മാർക്ക് കൊല്ലാനുള്ള അവകാശമില്ല, അത് തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ ശാരി പറയുകയാണ്, രാഹുലേട്ടനെയും ആരോ കൊന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, എന്നാൽ നീ പോയി കേസ് കൊടുക്കടി എന്നിങ്ങനെ രൂപ ദേഷ്യപ്പെട്ട് ശാരിയോട് പറയുകയാണ്. ഞാനെന്തിനാ കേസ് കൊടുക്കുന്നത്, അയാൾ മരിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ചന്ദ്രസേനൻ അകത്തോട്ട് പോവുകയാണ്. അപ്പൊ രൂപയും പുറകെയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രൂപ ചന്ദ്രസേനനെ കൈ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്തിനാ നമ്മുടെ മോൻ അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, രൂപേ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നോട് മോൻ സൂചിപ്പിച്ചായിരുന്നു, അവനുണ്ടല്ലോ ആ ഗംഗപ്രസാദ് കാർത്തികയുടെ വിവാഹത്തിന്റെ അന്ന് ആ മണ്ഡപത്തിലെത്തിയിരുന്നു, അങ്ങനെ പിന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ, മോൻ തല്ലി ചതച്ച് അവനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഇടയിലാണ്, പക്ഷെ ആരോ കൊന്നെന്നറിയില്ല, പിന്നെ അവൻ മരിച്ചു കിടക്കുന്നതാണ് അവരൊക്കെ കാണുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മോൻ കൊലപാതകയായോ ചന്ദ്രേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൊലപാതക അങ്ങനെ പറയല്ലേ, എന്തായാലും എന്ത് കൊലപാതകം ചെയ്താലും നമ്മുടെ മോനെ നമ്മൾ രക്ഷിക്കും, അത് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു വക്കീലിനെ ഞാൻ കാണുന്നുണ്ട്. ആ നരസിംഹ സാറിൻ്റെ ചെറുമകനുണ്ടല്ലോ നവീൻ, അവനെ ചെന്ന് കാണണം. അവൻ വന്നു കഴിഞ്ഞാൽ മൂർത്തി സാറിനെ കുടുംബത്തിനെയൊക്കെ രക്ഷപ്പെടുത്തിയത് അവനല്ലേ, അപ്പം അതുകൊണ്ട് ചെന്ന് കാണണം എന്ന് പറയുകയാണ്. ചന്ദ്രേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കല്യാണി മോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വേണ്ട, കല്യാണിയോട് ഈ ഒരു കാര്യം പറയണ്ട രൂപ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രൂപ അവിടെ നിന്നും കരയുകയാണ്. ചന്ദ്രേട്ടൻ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ ഫോണുമായിട്ട് വരികയാണ്, ഫോൺ വിളിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി അവിടെ ഇരിക്കുകയാണ്. ലക്ഷ്മി ഓടി വന്നിട്ട് എന്തായി പ്രകാശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഭേദമായി വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ കാർത്തിക എത്തുകയാണ്. ഒരു ദുഃഖവാർത്തയുണ്ട് എന്ന് പറയുകയാണ്. എന്താ മോളെ, അതെ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മിക്കും കാർത്തിക് അറിയാവുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി അറിയാണ്. ഇനിയിപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇത്ര ആയ നിലയ്ക്ക് പ്രകാശേട്ടനോട് പറയാം കാര്യങ്ങൾ. ആ ഗംഗപ്രസാദിനെ കൊന്നത് കിരണൊക്കെ കൂടിയിട്ടാണ്, അത് വേലുവും രതീഷും എല്ലാവരും ചേർന്നിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ പ്രകാശം പറയാണ്, ഇതറിയായിരുന്നെങ്കിൽ ഞാൻ ഏറ്റെടുത്തേനില്ലായിരുന്നു, ഈ ഒരു കുറ്റം എന്നോട് നേരത്തൂടെ പറയായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയാണ്, അതിന് വേലു ഏറ്റെടുക്കാൻ തയ്യാറായതാണ്, പക്ഷേ അതൊന്നും സമ്മതിക്കുന്നില്ല. ആ CI അത്രയ്ക്ക് ബുദ്ധിയുള്ളവനാണ്, അയാൾ യഥാർത്ഥ കൊലയാളിയെ പുറത്തു കൊണ്ടുവരും, അയാൾ അങ്ങനത്തെ ഒരാളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും കല്യാണി മോൾ ഇതറിയുമ്പോൾ എന്തായിരിക്കും, എന്തായാലും കല്യാണിയോട് ഈ ഒരു കാര്യം പറയണ്ട എന്നിങ്ങനെ കാർത്തികയും പറയുകയാണ്. അങ്ങനെ കാർത്തികയോടായിട്ട് ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല കിരൺ മോൻ്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കിരണിൻ്റെ അമ്മ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ കാർത്തിക മറുപടി പറയുക ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം അവരങ്ങനെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കണം എന്ന് പറയാണ്. അപ്പോൾ അത് കിരണിൻ്റെ അച്ഛനെ ഏർപ്പാടാക്കിക്കോളും, എന്നാലും നമ്മുടെ വക്കീലിനെ നമുക്ക് വിളിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അപ്പോൾ ആ സമയം പ്രകാശം പറയുന്നുണ്ട്, വേണ്ട, എന്തായാലും ചന്ദ്രസേനൻ സാർ അതിനൊക്കെ നല്ല കഴിവുള്ള ആളാണ്, ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ
ഈ പറയുന്ന പ്രകാശൻ തന്നെ തൻ്റെ മകളെ കാണാൻ വേണ്ടി കല്യാണിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആശുപത്രിയിലോട്ട് ICUയിലോട്ട്. അപ്പോൾ ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛൻ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ എനിക്ക് എന്ത് കുഴപ്പം മോള് സുഖമായിട്ടിരിക്കുക, സമാധാനത്തോടുകൂടി ഇരിക്കുക എന്ന് പറയാണ്. കിരണേട്ടനെ കണ്ടില്ലല്ലോ അച്ഛ എന്ന് പറയുന്നുണ്ട്. കിരൺ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു മോളെ, പുറത്തോട്ടോ മറ്റോ പോയി. പിന്നെ ICUവിൻ്റെ മുന്നിൽ അധികം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, ചേച്ചിമാർ രണ്ടുപേരും പുറത്തുണ്ട്, പിന്നെ ഞാനും ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് കിരൺ പുറത്തേക്ക് പോയതാണ്. കിരണേട്ടന് നല്ല വിഷമായി കാണുമല്ലേ അച്ഛ എന്നിങ്ങനെ കല്യാണി ചോദിക്കുന്നുണ്ട്. അത് പറയേണ്ട കാര്യമില്ലല്ലോ മോള് എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കും, മോൾക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ചോദിക്കാൻ. ആവുക മോളെ, ഭക്ഷണം കഴിച്ചായിരുന്നു, മോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. മോളുടെ ചേച്ചിമാർ രണ്ടുപേരുണ്ടല്ലോ, അവർ എന്നെ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിപ്പിക്കുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എൻ്റെ കാര്യം മോൾ അന്വേഷിക്കേണ്ട, മോള് സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ എന്നാൽ വീട്ടിലോട്ട് പോക്കോ, ചേച്ചിമാരുണ്ടല്ലോ പുറത്ത്, അച്ഛൻ ആരോഗ്യമില്ലാത്തതല്ലേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കല്യാണി. മോളെ ഞാൻ അന്നാ പോകുന്നുണ്ട്, പക്ഷേ ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും, മോൾക്ക് എന്തൊരാവശ്യം വന്നാലും ഓടിയെത്താൻ ഈ അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് നമ്മുടെ പ്രകാശൻ, പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷമാണെങ്കിൽ പുറത്തിറങ്ങുന്ന കാദംബരിയോടും നമ്മുടെ കാർത്തികയോടും പറയുന്നുണ്ട്, എൻ്റെ മോള് കിരണിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം അതെന്തായാലും ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി, എത്ര വെച്ചിട്ട് നമ്മളിങ്ങനെ നുണ പറയാൻ മോളെ, വരുന്നവരോടും എല്ലാവരോടും എന്തായാലും കിരണിനെ പറ്റി കല്യാണി മോള് ചോദിക്കുമെന്ന് പ്രകാശം പറയുമ്പോൾ, അത് സാരില്ല അച്ഛാ, ICUവിലല്ലേ, നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് നിൽക്കാം, അവന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് നമ്മുടെ ബൈജു ഓടി വരികയാണ്. അപ്പോൾ ബൈജു വന്ന് കാർത്തിക പറയുന്നുണ്ട്, ബൈജു വരുന്നു എന്ന് പറയുന്നത്, എങ്ങനെയുണ്ട് കല്യാണിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് ആകെ സങ്കടമായി എന്ന് പറയുകയാണ്. എൻ്റെ കാല് കണ്ടില്ലേ, എനിക്ക് കാലുകൊണ്ട് തീരെ വയ്യ, കാലിൽ മുഴുവൻ നീരാണ്, മന്ത് പോലെ വന്നിരിക്കുകയാണ് കാല്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വരാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. കല്യാണിക്ക് ഇങ്ങനെ ഒരു അപകടം അറിഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഓടി വന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കിരണിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യവും ബൈജുവിനോട് പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് നവീൻ വരികയാണ്, വക്കീല്. അങ്ങനെ നവീൻ അവിടെ വന്ന് ഇറങ്ങി നേരെ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത്. അപ്പോൾ ആ സമയത്ത് SIയെ കാണുകയാണ്. അപ്പോൾ SIയോട് എന്താടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാറൊക്കെ ഈ വഴിക്കാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ ഇപ്പോഴത്തെ CI സാർ ഇത്തിരി കടുപ്പപ്പെട്ട ആളാണെന്ന് പറയണ കേട്ടല്ലോ എന്നിങ്ങനെ നവീൻ പറയുമ്പോൾ, അതേ സാറേ ഇത്തിരി കടുപ്പപ്പെട്ട ആൾ തന്നെയാണ്, എന്തായാലും കിരണിനെയൊക്കെ അറസ്റ്റ് ചെയ്തല്ലേ, അവരെയൊക്കെ എന്തായാലും ജാമ്യം കിട്ടും, ഇത്ത വകുപ്പൊന്നുമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ SI പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാണ് സാറേ എന്ന് പറയാണ്. അപ്പൊ അതുപോലെയാണ് FIR പിടിപ്പിച്ചിട്ടുള്ളല്ലേ എന്നിങ്ങനെ നമ്മൾ നവീൻ ചോദിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാറേ, CI സാർ പറയുന്ന പോലെയല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ, സാർ എന്തായാലും വായു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സെല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, 3 പേരും സെല്ലിൻ്റെ അകത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുകയാണ്, എന്താടോ ഇത്, കിരണിനെങ്കിലും പുറത്തിരുത്താമായിരുന്നില്ലേ, എന്തിനാ സെല്ലിൻ്റെ അകത്ത് ഇട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. സാറേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പറയുന്നത് പോലെയല്ല, ഈ സാറ് പറയുന്നത് പോലെ, CI സാറ് പറയുന്നത് പോലെയാണ്, ഉപദ്രവിച്ചോടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാറേ, കിരൺ സാറ് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തിട്ട് തന്നെയാണ്, ഒരു ഉപദ്രവം ഉണ്ടായില്ല, പക്ഷേ ഇവന്, അതായത് നമ്മുടെ രതീഷിനും അതുപോലെ തന്നെ വേലുവിനെയും ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നോക്കാം, ശ്രമിച്ചു നോക്കാം, ഇന്ന് എന്തായാലും ഒരു പക്ഷേ ഇവിടെ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാലും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങിച്ചെടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും കല്യാണി ഇതറിയണ്ട എന്ന് നവീൻ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.